നമ്മൾ ഈ കാത്തു നിൽക്കുന്നത് വലിയ മാളിലൊന്നും അല്ല കേട്ടോ. കൊല്ലം ചെറുക്കനെ ഒലിവ് ഓഡിറ്റോറിയത്തിലാണ്. കുട്ടനൊക്കെ ഉണ്ടല്ലോ. അപ്പോളേ നമ്മളെ മരക്കരക്കാന്റെ മക്കളായിട്ടുള്ള റാഫിഖ് ഖാന്റെയും നൌഷാദ് ഖാന്റെയും മക്കളെ കല്യാണത്തിന് വന്നാട്ടോ. അതെ, നമ്മള് ചങ്ക് റാഷിദിന്റെയും നൌഷിലാന്റെയും കല്യാണത്തിന് വന്നാണ്. മുനീറിനെ കണ്ടപ്പോ മുന്നിൽ കണ്ടു നിന്നാ ഇന്നാണ്ട് ഉൾപ്പെടുത്തി കളയാ. അല്ല, ആരിത്? ഷബീബോ? ഇജറ്റൊക്കെ ഉള്ളു. അല്ല, പെണ്ണുങ്ങളുണ്ട്. ഉണ്ട്. നല്ല തിരക്ക് സമയത്താണ് നമ്മൾ വന്നത്. നട്ടുച്ച സമയം 1 മണി. വണ്ടിക്ക് നോക്കിയാണെങ്കിൽ കണ്ടമാനുണ്ട്. കല്യാണത്തിന്റെ തലേ ദിവസം നല്ല ആൾക്കാരുടെ ഉണ്ടോ. നമ്മളെ ഓൾറൗണ്ടറെ എന്താ കൺസ്യൂമർ വർക്കൊക്കെ ഉണ്ട്. നമ്മളെ സൈഫിന്റെ അളിയനാണ്. ഈ പെണ്ണുങ്ങളെല്ലാരും പാടത്ത് ഇങ്ങനെ കൈ നീട്ടാൻ എന്തിനാ എനിക്ക് ഐസ്ക്രീം വാങ്ങാൻ. കാരണം പെണ്ണുങ്ങളെ ഭാഗത്ത് നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിച്ച ആണുങ്ങളെ ഭാഗത്ത് തിരക്കുണ്ടാവില്ല. അങ്ങോട്ട് പോയപ്പോ ഇതിലേറെ തിരക്ക് മക്കളെ. അപ്പോഴാണ് നമ്മൾ ഷമീമിനെ ശ്രദ്ധിച്ചത്. ഓനെന്താ ജ്യൂസ് അടിക്കണോടത്ത് പോയി കണ്ട് 2 ഗ്ലാസ് വാങ്ങിക്കൊണ്ടിരുന്നു. കൗണ്ടറിൽ കാത്തിക്കാന് ഓനക്ക് സമയമില്ല. ഒന്ന് കുടിച്ച് കഴിയാനയക്കണ്. മറ്റൊന്ന് ആർക്കാന്ന് നമ്മൾ നോക്കിയതാ. അപ്പൊ ആർക്കല്ല കേട്ടോ, നമ്മളെ ചങ്ക് ഇർഫാനാണ്. ഹേയ്, ഓലെ സ്നേഹം നോക്കിയാ നിങ്ങൾ. പിന്നൊന്നും നോക്കില്ല. അടുത്ത പരിപാടി ഫുഡ് കഴിക്കണം. അതിന് വേണ്ടിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറാണ്. കബീർക്കൊക്കെ ഇവിടെ സജീവായിട്ട് തന്നെ സപ്ലൈ ഉണ്ട്. നാസറാക്കതാ അവിടെ ഫുഡ് കഴിക്കണ്. എന്നെ കണ്ടിട്ടില്ല. എന്റെ അടുത്ത ഭാഗത്ത് ഷാഹുലും വലത്തെ ഭാഗത്ത് സെയ്തു ആട്ടോ. ഈ മുന്നേക്ക് നോക്കുകയാണെങ്കിലോ നമ്മൾ അനീഫാക്കി ഉണ്ട്, മക്കളുണ്ട്. ഫുഡ് ആണെങ്കിലോ അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ട്, നല്ല ബീഫ് മന്തി, പിന്നെ അതേക്ക് നല്ല ചിക്കൻ പൊരിച്ചോണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ആരിസും ആഷിക്കും വരുന്നത്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്ട് ഒന്ന് ഹാൾക്ക് നോക്കിയത്. എല്ലാവരും ഇങ്ങനെ നോക്കിക്ക എന്താ പരിപാടി. സ്റ്റേജ് മേൽ നോക്കിയപ്പോഴേ സ്റ്റേജ് മേൽ അടിപൊളി ഡാൻസ് നടക്കാട്ടോ. ഈ ഡാൻസ് അല്ല, ഇങ്ങോട്ട് നോക്കി നമ്മളെ ചെക്കന്റെ ഡാൻസ് ഏതല്ലേ. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും തിരക്ക് അവസാനിച്ചിട്ടില്ല. ഏത് ഐസ്ക്രീമിന്റെ. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ഗ്ലാസ് മോര് വെള്ളം കുടിച്ചാണ് നേരെ ചെക്കനോട് യാത്ര പറഞ്ഞാണ്ട് നമ്മൾ അവിടുന്ന് പോകുന്നത്. ആയിക്കോട്ടെ.